SIR-ന് പിന്നാലെ ഒരു ബൂത്തിലെ പകുതി പേരും പുറത്ത്. കുറ്റ്യാടി ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡ് കുറ്റ്യാടി ടൗൺ ബൂത്തിലാണ് സംഭവം. 900 വോട്ടർമാരിൽ 480 വോട്ടർമാർ SIR-ൽ നിന്നും പുറത്തായി. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഹീദ്, കുറച്ച് പ്രതികരണങ്ങൾ കൂടി അതിനു മുൻപ് കേൾക്കാം. കുറ്റ്യാടി ടൗൺ പോലുള്ളൊരു വാർഡിൽ 450-ലേറെ ആളുകളാണ് ഇപ്പോൾ SIR-ൽ നിന്ന് പുറത്തായിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആകെ വോട്ടർമാരുടെ 50% വരും ഈ ഒരു സംഖ്യ എന്ന് പറയുന്നത്. 2002-ൽ വോട്ടില്ലാത്ത എന്നാൽ അവരുടെ മാതാപിതാക്കൾക്ക് വോട്ടുണ്ടായിരുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ അവരുടെ പേരുകൾ സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്യുമ്പോഴുണ്ടായ ഓപ്ഷൻ സെലക്ട് ചെയ്തപ്പോഴുണ്ടായ എററാണ് ഇതിന് കാരണമെന്നാണ് ഇപ്പോൾ BLO പറയുന്നത്. അദ്ദേഹത്തിൻ്റെ തെറ്റ് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹം ചെയ്ത ഒരു തെറ്റിൻ്റെ പേരിൽ 500ഓളം ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നും ദൂരദിക്കിൽ നിന്നും വന്ന് വീണ്ടും ഹിയറിങ്ങിന് ഹാജരാകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാവരും എൻവിറേഷൻ ഫോമിൽ ഒരു പ്രയാസം കൂടാതെ വന്ന് അതിന് പൂരിപ്പിക്കുകയും അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊണ്ടുപോയ ആളുകൾക്ക് വീണ്ടും ഒരു പ്രയാസം ഉണ്ടാകുമെന്ന് പറഞ്ഞത് അത് ജനങ്ങൾ അംഗീകരിക്കില്ല. അത് ജനങ്ങൾ വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സൈറ്റിലാണ് ഇത് മൊത്തം പോയി കഴിഞ്ഞത്. അപ്പോൾ അതിനുള്ള സാങ്കേതിക എന്തൊക്കെയാണെന്നുള്ളത് നമുക്കതിനെപ്പറ്റി അറിയില്ല. കാരണം വെച്ചാൽ അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കാനുള്ള നടപടികൾ കളക്ടറുടെ ഭാഗത്തുനിന്നും ഇലക്ട്രൽ ഓഫീസറുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാവണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഷഹീദ്, ഗുഡ് മോർണിംഗ്. എന്താണ് സംഭവിക്കുന്നത്? എന്ത് കാരണമാണ് ഇങ്ങനെ ഇവരൊക്കെ പിന്നോട്ട് പോയത്, ഈ പട്ടികയിൽ ഉൾപ്പെടാതെ പോയത്? മുത്തി, SIR-ന്റെ കരട് വോട്ടർ പട്ടിക ലിസ്റ്റ് പുറത്തു വന്നപ്പോഴാണ് ഈ വലിയ അബദ്ധം, വലിയ പിഴവ് സംഭവിച്ചത് ശ്രദ്ധയിൽപ്പെട്ടത്. അതായത് കുറ്റ്യാടി പഞ്ചായത്തിലെ കുറ്റ്യാടി ടൗൺ 106-ാം നമ്പർ ബൂത്തിലാണ് ഏകദേശം 900 വോട്ടർമാർ അവിടെയുണ്ട്. അതിൽ 480 പേരും ഈ ലിസ്റ്റിൽ നിന്ന് പുറത്താണ് എന്നുള്ളതാണ്. അതായത് SIR ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്നുള്ളതാണ്. അതായത് അവരെല്ലാവരും SIR-ന്റെ എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകി നാട്ടിലെത്തി. പുറത്ത് വിദേശത്തുള്ളവരുണ്ട്, പുറത്ത് പഠിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവർക്ക് നേരിട്ടെത്തി ഇതിൽ തങ്ങളെത്തി ഫോം പൂരിപ്പിക്കുന്നതിൽ വീഴ്ച സംഭവിക്കരുത് എന്ന ഒരു ജാഗ്രതയുടെ ഭാഗമായി അവർ നാട്ടിൽ തന്നെ നേരിട്ടെത്തി അവർ ഫോം പൂരിപ്പിച്ച് നൽകിയതാണ്. അവിടെ പല എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കാൻ ക്യാമ്പുകളൊക്കെ സംഘടിപ്പിച്ചിരുന്നു. അങ്ങനെ പൂരിപ്പിച്ച് നൽകിയ സ്ഥലത്താണ് ഈ രീതിയിലുള്ള പിഴവ് കണ്ടെത്തിയിട്ടുള്ളത് തന്നെയാണ്. അത് വലിയ ആശങ്ക ആ നാട്ടുകാരിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും പലരും ചൂണ്ടിക്കാണിച്ചതുപോലെ SIR എന്നുള്ളത് മറ്റൊരു തരത്തിൽ നമ്മുടെ ഈ പൗരത്വവുമായി ബന്ധപ്പെട്ടൊക്കെ അങ്ങനെ ചേർത്ത് വായിക്കുന്ന സാഹചര്യം കൂടി. അതുകൊണ്ട് നാട്ടുകാർ വലിയ ആശങ്കയിലാണ്. അത് പരിഹരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ജില്ലാ കലക്ടർക്ക് വിശദാംശങ്ങൾ പങ്കുവച്ചത്. SIR-ൽ പട്ടികയിൽ ഉൾപ്പെടാതെ പോയവരെ കുറിച്ചാണ്.